ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Sabyjamshi വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചൈനീസ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡിഷാണ് ചില്ലി ചിക്കൻ. അപ്പോൾ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ 1/2 കപ്പ് കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള സോയാ സോസ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂണോളം ഒഴിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ബാറ്ററാക്കി മാറ്റിയെടുക്കണം. അത്യാവശ്യം തിക്ക് ബാറ്റർ ആവണം നല്ലത്, കാരണം ചിക്കനിൽ നിന്നും അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഏകദേശം കൺസിസ്റ്റൻസി. നല്ല വെള്ളം പോലും അല്ല, അത് നല്ല തിക്കും അല്ല, ഒരു മീഡിയം ലെവലിലാണിത്. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചിക്കൻ വളരെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ, കണ്ടോ, ഞാൻ വളരെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് മിനിമം എങ്കിലും വെക്കണം. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. മാഗ്നേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാൻ വെച്ചു. അതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണയേക്കാളും എത്രയോ നല്ലത് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ചിക്കൻ ഓരോന്നായി പൊരിച്ചെടുക്കാം. ആദ്യം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ചൂടിൽ ചെയ്തതിന് ശേഷം 2 ഭാഗത്തും നല്ല ചൂടായി കോട്ടിംഗ് ഒന്ന് നല്ല ചൂട് കയറിയതിന് ശേഷം മാത്രം തീ കുറച്ചിടാൻ ശ്രദ്ധിക്കാം. ഞാൻ 2 സെക്കൻഡ് ഫസ്റ്റ് തീ കൂട്ടിയിട്ട് അതിന് ശേഷം ഞാൻ ഒന്ന് മറിച്ച് കൊടുത്തു. പിന്നെ ഞാൻ 2 സെക്കൻഡ് തീ കൂട്ടിയിട്ടതിന് ശേഷം മാത്രമാണ് ഒരു ഏകദേശം മീഡിയത്തിനേക്കാൾ കുറച്ച് കൂടിയ ഫ്ലെയിമിൽ ഞാൻ ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോന്നായി ഇപ്പോൾ മറിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണത് നല്ലതാവും. എണ്ണ അതപ്പോൾ ചിക്കൻ നന്നായി എണ്ണ വലിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ ചിക്കൻ ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്കിനി എല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞു. ഞാനൊരു ഉരുളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അധികമൊന്നും മൂക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാൻ 3 സവാള വളരെ നന്നായി ചെറുതാക്കി അരിഞ്ഞ 3 സവാള ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്.
നമ്മളെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ ഷെയ്ഡഡ് ആയിട്ടുണ്ട് നമ്മുടെ സവാള. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് അരിഞ്ഞതാണ് ഞാൻ അതിൽ ചേർക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. എൻ്റെ പച്ചമുളക് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർക്കുന്നത്. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. കുരുമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ചേർക്കാം. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് കളറിലുള്ള ഷെയ്ഡുള്ള കളറുള്ള ചിക്കൻ ചില്ലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ കളർ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാശ്മീരി ചില്ലി ചേർക്കുന്നതാണ്. ഞാൻ അത് കാരണം ഇതിൽ കുരുമുളക് ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിൻ്റെ കുത്തലൊന്ന് മാറുന്നവരെ നന്നായി ഇളക്കി അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കുത്തലൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ സോയാ സോസാണ് ഒഴിക്കുന്നത്. അപ്പോൾ സോയാ സോസ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഒഴിക്കാവുന്നതാണ്. എൻ്റെ ഉപ്പാക്ക് അധികം ഇഷ്ടമല്ല. അത് കാരണം ഞാൻ 1 ടീസ്പൂണാണ് ആകെ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോസുകളൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. ചില്ലി സോസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചില്ലി സോസ് കൂടുതൽ ഒഴിക്കാം, സോയ സോസ് കൂടുതൽ ഒഴിക്കാം, ടൊമാറ്റോ സോസ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ 1/4 കപ്പ്, ഇപ്പോൾ 1/4 കപ്പോള് ഒരു 1/4 കപ്പ് ഞാൻ ടൊമാറ്റോ സോസ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് ആയതിന് ശേഷം നന്നായി ഒന്ന് ആ സോസിലൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ സോസുകൾ മറക്കണ്ട, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഒരുപാട് സോസായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു അളവ് അനുസരിച്ച്, അളവിനേക്കാൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് എനിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുകയാണ്. അത്യാവശ്യം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നമുക്കിതൊന്ന്. അപ്പോൾ നമ്മൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളെ മസാലയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ്. അപ്പോൾ എന്ത് കുത്തലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോളും. നമുക്ക് സോസിൻ്റെയും കാര്യമൊക്കെ അതൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. അതിനുശേഷം ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇനി പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൽ കൂടി കഴിഞ്ഞാൽ നല്ല മധുരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഷുഗറൊക്കെ അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഞാനിതിൽ കോൺഫ്ലവർ പൗഡർ കുറച്ച് വെള്ളത്തിൽ നന്നായി ഇളക്കിയെടുത്തത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ കുറച്ച് വെള്ളത്തിൽ നന്നായി അലിയിച്ചെടുത്തതാണ്. അത് നമ്മൾ കുറച്ചായി അതിനാണ് തീ കുറച്ചതിന് ശേഷം കുറച്ചായി നമ്മളെ വെള്ളം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി, കറിയുടെ വെള്ളം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുത്ത് നന്നായി എല്ലായിടത്തും മിക്സ് ആയതിന് ശേഷം മാത്രം തീ കൂട്ടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത കോൺഫ്ലവറിൻ്റെ കുത്തലും കാര്യമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക നന്നായി കുറുകിയോന്ന്. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറുക്കായി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി കുറുകി കിട്ടും. അപ്പോൾ നിങ്ങൾ കുറച്ചിട്ട് ഒഴിച്ച് ആവശ്യമുള്ള കുറുകൊക്കെ ഉണ്ട്. ഏകദേശം ഈ ഒരു കുറുക്കം മതിയാവും നമുക്ക്. നന്നായി കുറുകി വന്നിട്ടുണ്ട്.
നല്ല കുറുകാനും പാടില്ല, എന്നാൽ അത്യാവശ്യം നന്നായി കുറുകും വേണം. നല്ല കുറുകായി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ആ ചിക്കനിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളത്. ഉപ്പ് നമ്മൾ നന്നായി നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിടാൻ പാടുള്ളൂ. കാരണം നമ്മളെ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസിൽ ഇതിലൊക്കെ ഏകദേശം ഉപ്പ് വരുന്ന കാരണം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിടുക. അപ്പോൾ ഞാനിത് ഒരു 2 മിനിറ്റോളായി തിളപ്പിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മൈദയും കോൺഫ്ലവറും ഉപ്പും സോയാ സോസും ഇട്ട് കുഴച്ച് വെച്ച നമ്മളെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അതും തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കനിലേക്ക് മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. നമ്മളെല്ലാവരും നല്ല ചിക്കനേക്ക് എല്ലാ മസാലയും നന്നായിട്ട് ചേർന്ന രീതിയിൽ നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുത്തിട്ട് 2 മിനിറ്റായി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സവാള 2 സവാള ക്യൂബ്സായി അരിഞ്ഞതും അതുപോലെ ഒരു ക്യാപ്സിക്കം ക്യൂബ്സായി അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 സെക്കൻഡ്സ് അങ്ങനെ പറഞ്ഞാൽ ഒന്ന് ഇളക്കി ഒരു 2 സെക്കൻഡ് ആയ ഉടനെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായി മിക്സായി ഒരു 2 മിനിറ്റ് അങ്ങനെ 2 സെക്കൻഡ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ, ഒരു നല്ലെണ്ണയ്ക്ക് നല്ലൊരു സ്വാദാണ് ഈ ചൈനീസ് ഡിഷുകളിലേക്ക്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഇതിൽ ചേർക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഈ നേരത്ത് ഉള്ളിത്തൈ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഒനിയൻ ഉള്ളവർക്ക് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മളെ ചില്ലി ചിക്കൻ കണ്ടാൽ തന്നെ അറിയാം ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. ടേസ്റ്റും അതുപോലെ തന്നെയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നതാണ് പിന്നീട്. അപ്പോൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും നല്ല ടേസ്റ്റിയാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെയൊക്കെയായിട്ട് ഞങ്ങളുടെ ചാനൽ സാബിജംഷി വ്ളോഗ്സ് ഇതുവരെയൊക്കെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ്. ഇറ്റ്സ് മീ ജംഷി. ടാറ്റാ.